കാസ്പിയൻ കടലിൽ അസർബൈജാൻ സായുധ ഡ്രോണുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. റഷ്യ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ആണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടു. അതിൻ്റെ കാര്യം പറയുന്നത് അസർബൈജാനുമായിട്ട് എല്ലാ കാലഘട്ടത്തിലും നല്ല ബന്ധമാണ്. ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിന് പുറമെ കച്ചവട ബന്ധവും സാമ്പത്തിക ഇടപാട് ബന്ധവും ഇസ്രായേലും അസർബൈജാനുമായിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് മുൻപ് കാലത്തെ ഉണ്ട്. അവരുടെ സൈനിക കേന്ദ്രങ്ങളും സംവിധാനങ്ങളും എല്ലാം അസർബൈജാനിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യുദ്ധ രംഗത്ത് യഥാർത്ഥത്തിൽ ചിത്രത്തിലൊന്നും ഇല്ലാത്ത പേരാണ് അസർബൈജാന്റെ പേര്. എന്നാൽ ഇറാന്റെ പ്രസിഡന്റ് ആ മേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് സാങ്കേതികമായിരിക്കുന്ന തകരാറ് മൂലമാണ്, അതല്ലെങ്കിൽ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്താലാണ് ഈ തകർച്ച ഉണ്ടായത്, മരണപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി പിന്നെ ആ വിഷയങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നാലും അതിനുശേഷം അതിർത്തി പങ്കിടുന്ന പല രാജ്യങ്ങളും അസർബൈജാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധത്തിലല്ല എന്നുള്ളതാണ്. റഷ്യ, ജോർജിയ, അർമേനിയ, ഇറാൻ, തുർക്കി, പിന്നീട് കാസ്പിയൻ കടൽ, ഇതാണ് അതിർത്തി. ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും റഷ്യയോട് ഉടക്കാൻ വേണ്ടിയിട്ട് അസർബൈജാൻ ഉടക്കിയിട്ടുണ്ട്